എല്ലാവരും ചേർന്ന് ആലപിക്കുക. ആരാധന ജീവന്റെ തിരുഭോജനേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കുക. ആരാധന ജീവന്റെ തിരുഭോജനേ. രണ്ട് കൈകളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ വിളിച്ചാരാധിക്കുന്നു. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാരാധിച്ച് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളെയും മക്കളെയും സമർപ്പിച്ച് കരങ്ങൾ കൂപ്പി ഒരുമിച്ച് പ്രാർത്ഥിച്ച് സമ്പൂർണമായും സമർപ്പിച്ചുകൊണ്ട് ജീവന്റെ തിരുഭോജനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ നമ്മളായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ വിധത്തിൽ നമ്മൾ ഓർക്കണം, ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഓരോ വർഷത്തിലും പ്രത്യേകമായ ഒരു ദിവസത്തിൽ ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്? അത് ദൈവത്തിന് നമുക്കോരോരുത്തർക്കും പ്രപഞ്ചത്തോടുള്ള ബന്ധവും പ്രപഞ്ചത്തോട് ദൈവം കാണിക്കുന്ന കരുണയും നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്വവും എത്രമാത്രം വലുതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് വർഷത്തിൽ ഒന്ന് നമ്മൾ ആചരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതല്ലേ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാം വചനത്തിൽ എത്രയോ ഹൃദ്യമായിട്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിപ്രകാരമാണ്: ദൈവമായ കർത്താവ് കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി, താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ താമസിപ്പിച്ചത്? പ്രധാനമായ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ആ ഏദൻ തോട്ടത്തിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. 2, ഏദൻ തോട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അപ്പം 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കിയത്. ഒന്ന്, കൃഷി ചെയ്യുക; 2, ആ തോട്ടത്തെ സംരക്ഷിക്കുക. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൃഷി ചെയ്യുന്നതിന് പകരം കടുംവെട്ടല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, കടുംവെട്ട് എന്ന് പറഞ്ഞാൽ ഉള്ള പ്രകൃതി വിഭവങ്ങൾ മുഴുവനും ഊറ്റിയെടുക്കുന്നു. വരും തലമുറയ്ക്കായിട്ട് ഒന്നും അവശേഷിപ്പിക്കാതെ എനിക്ക് വേണം, എനിക്ക് മാത്രം മതി എന്ന ചിന്തയോടെ ലോകം മുഴുവനുള്ള രാജ്യങ്ങൾ പ്രകൃതി വിഭവങ്ങൾ മുഴുവനും ഊറ്റിയെടുക്കുന്നു. അത് 100 കണക്കിന് വിധത്തിൽ, തരത്തിൽ. അതുകൊണ്ട് കൃഷി ചെയ്യാനും തോട്ടം സംരക്ഷിക്കാനുമാണ് പിതാവായ ദൈവം നമ്മളെ ലോകമാകുന്ന ഈ ഏദൻ തോട്ടത്തിലേക്ക് അയച്ചിരിക്കുന്നതെന്നുള്ള കാര്യം
പലപ്പോഴും സൗകര്യപൂർവ്വം നമ്മളൊക്കെ മറന്നു പോകുന്നു. ഇങ്ങനെ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്, ഈ പ്രകൃതിയെ ഇങ്ങനെ നമ്മൾ ദുരുപയോഗിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കൃഷി ചെയ്യുന്നതിന് പകരം ചൂഷണം ചെയ്യുന്നു, സംരക്ഷിക്കുന്നതിന് പകരം അതിനെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആർത്തിയും അത്യാർത്തിയും ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ മനുഷ്യർ മുഴുവൻ പട്ടിണിയിലേക്ക് പോയി തുടങ്ങി. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ലോകത്തിലെ ജനത, ഇന്ത്യയിലും ലോക ജനത അനുഭവിക്കുന്ന പട്ടിണി, ദാരിദ്ര്യം എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കടന്നുപോയി. അപ്പോൾ പ്രിയപ്പെട്ടവർ, മനസ്സിലായത് ലോകത്തിലെ എക്സ്ട്രീം പോവർട്ടിയിൽ കഴിയുന്ന ജനങ്ങളുടെ എണ്ണം എത്രയാണെന്നോ? ഇത് കൃത്യം 3 ദിവസം മുന്നത്തെ കണക്കാണ്. എക്സ്ട്രീം പോവർട്ടി എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും വയറ് നിറച്ച് കഴിക്കാൻ ഇല്ലാത്ത ആളുകൾ. അതാണ് എക്സ്ട്രീം പോവർട്ടിയിൽ കഴിയുന്നവർ. അവരുടെ എണ്ണം 3 ദിവസം മുന്നേ ഇപ്രകാരമാണ്: 71,65,865 ആളുകൾ. ഒരു നേരത്തെ ഭക്ഷണം പോലും വയറ് നിറച്ച് കഴിക്കാനില്ലാത്ത ഇത്ര വലിയൊരു ജനസമൂഹം ഈ ലോകത്തിലുണ്ട്. അതിൽ പ്രിയപ്പെട്ടവരെ, ഏതാനും ചില രാജ്യങ്ങളുടെ കണക്കുകൾ മാത്രം ഞാൻ പറയാം, അവരൊക്കെ എന്തുമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്നെന്ന്. സിറിയയിലെ 82.5% ജനങ്ങൾ ഇതുപോലെ എക്സ്ട്രീം പോവർട്ടിയിൽ, ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. സിംബാബ്വേയിൽ 72.3% ജനങ്ങളും, സിയേറയിൽ 70.2% ജനങ്ങളും, ഇന്ത്യയിൽ 21.92% ജനങ്ങളും, നൈജീരിയയിൽ 70% ആളുകളും, മഡഗാസ്കറിൽ 70.7% ആളുകളും ഇങ്ങനെ കൊടും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ ചെറിയൊരു കണക്ക് പറഞ്ഞെന്നോ? നമ്മളൊക്കെ ഇങ്ങനെ ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് പകരം കടും വെട്ടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ വരും തലമുറകളെ മുഴുവൻ കൊടും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണ്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന മറ്റൊരു കണക്കുണ്ട്. ഈ ലോകത്തിൽ ശുദ്ധജലമെങ്കിലും കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുടെ എണ്ണം, ലോകത്തിൽ പ്രിയപ്പെട്ടവരെ 19% ആളുകൾക്കും ശുദ്ധജലം കുടിക്കാൻ കിട്ടുന്നില്ല. അവരൊക്കെ മലിനജലം കുടിച്ചാണ് ജീവിക്കുന്നത്. 1-2 രാജ്യങ്ങളുടെ എണ്ണം ഞാൻ പറയാം. അത് മൊസാംബിക്കിൽ 52.7% ആളുകൾക്ക് ശുദ്ധജലമില്ല കുടിക്കാനായിട്ട്. നൈജറിൽ 54.2% ആളുകൾക്ക് ശുദ്ധജലം കിട്ടുന്നില്ല. എത്യോപ്യയിൽ 60% ആളുകളും മലിനജലമാണ് കുടിക്കുന്നത്. ഇനി പാപ്പുവ ന്യൂഗിനിയിൽ 63.4% ആളുകൾ മലിനജലം കുടിച്ചാണ് ജീവിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ അവസ്ഥയിലേക്ക് വരാം. ഇന്ത്യയിൽ 163 മില്യൺ ജനങ്ങൾ, ഓർക്കണം എത്രയോ വലിയ സംഖ്യയാണെന്ന്. 163 മില്യൺ ജനങ്ങൾ ശുദ്ധജലം കിട്ടാതെ മലിനജലം കുടിച്ചാണ് ജീവിക്കുന്നതെന്നുള്ള ഭീകരാവസ്ഥ നമ്മൾ മറന്നു പോകരുത്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, അത് പെട്ടെന്ന് ഒന്നും കൂടെ സിമ്പിളായിട്ട് മനസ്സിലാകണമെങ്കിൽ ഇന്ത്യയിലെ 50% കൂടുതൽ ആളുകളും കുടിക്കുന്നത് മലിനജലമാണ്, അവർക്ക് ശുദ്ധജലം കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ ഭീകരാവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഈ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ ദൈവം മനുഷ്യനെ ഭരമേൽപ്പിച്ച 2 ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. 1 കൃഷി ചെയ്യാൻ, 2 സംരക്ഷിക്കാൻ. ഇത് രണ്ടുമല്ലല്ലോ ഈ ലോകത്തിൽ നിന്ന് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നോ? പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ഇങ്ങനെ ലോകത്തിൻ്റെ പരിസ്ഥിതി ആകെ പരിതാവസ്ഥയിലേക്ക്, ഇത്ര വലിയ കഠിന അവസ്ഥയിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ കാരണം രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ട്. രണ്ടാമതായിട്ട് ആവശ്യത്തിനുള്ള സാമ്പത്തികമായ സ്രോതസ്സുകൾ, സമ്പത്തില്ലാത്തതുകൊണ്ട്. രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെ കുറവും സമ്പത്ത് മുഴുവൻ പല വ്യക്തികളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ
ലോകം അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലേക്കും ഇല്ലായ്മയിലേക്കും പാരിസ്ഥിതികമായ ദുരന്തത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ അന്തരീക്ഷത്തെയും പരിസ്ഥിതിയെയും ജീവികൾക്കോ ജീവജാലങ്ങൾക്കോ മനുഷ്യർക്കോ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ആയിത്തീരുന്നതിൻ്റെ കാരണങ്ങൾ ഒത്തിരിയേറെ ഘടകങ്ങളുണ്ട്. ഏതാനും ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ: ഒന്ന്, ഫാക്ടറിയിലെ മാലിന്യങ്ങൾ ശുദ്ധജലത്തിലേക്കും ജലസ്രോതസ്സുകളിലേക്കും മറ്റ് ജലങ്ങളിലേക്കും ഒഴുക്കിവിടുന്നത് മൂലം. അത് ആരംഭിച്ചതെന്ന വ്യാവസായിക വിപ്ലവം മുതൽ. ഇങ്ങനെ അതോടുകൂടി ശുദ്ധജലം മുഴുവൻ മലിനജലമായി. അവിടെയുള്ള ജലസ്രോതസ്സുകൾ മുഴുവൻ മാലിന്യം കൊണ്ട് നിറഞ്ഞു. ജലത്തിലുള്ള ജീവികൾക്ക് ജീവിക്കാൻ പറ്റാതെ അവയൊക്കെ ചത്തൊടുങ്ങി തുടങ്ങി. ആവാസ വ്യവസ്ഥ, പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ തകർന്നു. ജലജീവജാലങ്ങൾ സകലതും ചത്തു. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന പുകയും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള വിസർജ്യങ്ങളും ഇതുമൂലം അന്തരീക്ഷം മുഴുവൻ മലീമസമായി തീർന്നു. അന്തരീക്ഷത്തിൽ ചെറുജീവികൾ തൊട്ട് ഒരു ജീവിക്കും താമസിക്കാൻ പറ്റാതെ, ജീവിക്കാൻ പറ്റാതെ, ശ്വസിക്കാൻ പറ്റാത്തതായി. ഡൽഹി, ബോംബെ തുടങ്ങിയ ഇന്ത്യയിലെ നഗരങ്ങൾ, ചൈനയിലെ ഒട്ടുമിക്കവാറും വലിയ വലിയ നഗരങ്ങൾ, ഇതൊക്കെ മാലിന്യം കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷമായി. മനുഷ്യന് പോലും ശുദ്ധമായ വായു പോലും കിട്ടുന്നില്ലെന്നായി. ഈ സമയത്ത് ഓർക്കണം, നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് തോട്ടമാകുന്ന ഈ ലോകത്തെ സംരക്ഷിക്കാനാണ്. കാട് വെട്ടിത്തെളിച്ചത് മൂലവും കാട്ടുതീ മൂലവും ലോകത്തിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം. നാലാമത്തെ കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗവും അത് വലിച്ചെറിയുന്നതും. നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ നിത്യം ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവർ, അത് നമ്മൾ വെറുതെ ഇങ്ങനെ പറമ്പിലേക്കോ പുറത്തേക്കോ വലിച്ചെറിഞ്ഞാൽ 100 വർഷം കഴിഞ്ഞാലും അത് ദ്രവിച്ച് മണ്ണോട് മണ്ണ് ചേരില്ല. 100 വർഷം കഴിഞ്ഞാലും. ഇത്ര വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിലൂടെ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അതിൻ്റെയൊക്കെ ഉപയോഗത്തിന് ശേഷം ഉണ്ടാകുന്ന ഇലക്ട്രോണിക് വേസ്റ്റ് അതിന്ന് തള്ളാനായിട്ട് ലോകത്തിൽ സ്ഥലമില്ലാത്ത വിധത്തിലായി തീർന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? 3-4 ലോക രാജ്യങ്ങളിലേക്ക് ഇതൊക്കെ തള്ളപ്പെടുമ്പോൾ ആ നാടും ആ നഗരവും ആ ദേശം മുഴുവനും ഈ വേസ്റ്റിൻ്റെ കൂമ്പാരമായി തീരുന്നു. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അന്തരീക്ഷമായി തീരുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ആണവ ആയുധങ്ങളുടെ നിർമ്മാണവും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളും മൂലം പരിസ്ഥിതി മുഴുവനും മലീമസമായി തീരുന്നു. ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാരക രോഗങ്ങൾക്ക് ലോക ജനത അടിമയായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, റഷ്യയിലെ ചെർണോബിൽ സംഭവിച്ച ആണവ ദുരന്തം, ജപ്പാനിൽ സംഭവിച്ച ആണവായുധങ്ങളുടെ ഉപയോഗം മൂലം ഇന്നും ദുരിതക്കയത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠമുണ്ട്. ദൈവം ഈ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ നോക്കാനായി മനുഷ്യനെ ഏൽപ്പിച്ചത് ചൂഷണം ചെയ്യാനോ നശിപ്പിക്കാനോ അല്ല, നേരെ മറിച്ച് കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണെന്നുള്ള മഹനീയമായ സത്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്കറിയാം, കൃഷിക്കായിട്ട് പല തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ചതിലൂടെ കൃഷി വർദ്ധിച്ചുവെങ്കിലും അതിലൂടെ മനുഷ്യൻ്റെ ഉള്ളിലേക്കും പ്രകൃതിയിലേക്കും ഈ പ്രപഞ്ചത്തിലെ സകല മണ്ണിലേക്കും വായുവിലേക്കൊക്കെ മാരകമായ കെമിക്കൽസിൻ്റെ അംശങ്ങൾ എത്തിച്ചേർന്നു. അതിലൂടെ മനുഷ്യന് മാരക രോഗങ്ങൾക്ക് അടിമയായി തീർന്നു. കേരളത്തിൽ നമുക്കൊക്കെ അറിയാം, എൻഡോൾസൾഫാൻ എന്ന ഒരു മാരകമായ ഒരു വിഷം. അത് റബ്ബറിനും മറ്റ് കൃഷികൾക്കും തളിച്ചത് മൂലം വെള്ളത്തിലെത്തുകയും അത് മനുഷ്യർ കുടിക്കാനിടയാകുകയും അങ്ങനെ മഹാരോഗത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ അടിമകളായി തീർന്നു നമ്മുടെ ഈ കേരളത്തിൽ. പിന്നെ പ്രിയപ്പെട്ടവരെ, മൈനിങ് നടത്തി ഭൂമിയെ മുഴുവൻ ഇങ്ങനെ ചൂഷണം ചെയ്തത് മൂലം ഭൂമി മുഴുവൻ മുറിവേറ്റ ഒരു ഭൂമിയായി തീർന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഭൂമിയിലെ പ്രകൃതിയെ, ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന്
ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിലായിരുന്നുകൊണ്ട് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രകൃതിയുടെ ഈ വല്ലാത്ത ഭീകരാവസ്ഥയിൽ നിന്നും ഒരു വിടുതലും വിമോചനവും രക്ഷയും പ്രകൃതിക്ക് ലഭിക്കാനായിട്ട് കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. എല്ലാവരും 2 കരങ്ങളും ഒന്ന് തുറന്നു പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ എൻ്റെ പൊന്നു തമ്പുരാനെ, അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ കൃഷി ചെയ്യാനും ഇതിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണെന്നുള്ള അടിസ്ഥാനമായ ആ വിശ്വാസ പ്രമാണം, ആ തത്വം ഞങ്ങളുടെ ജീവിതത്തിൽ മറന്നു പോകാതെ കർത്താവെ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓർക്കണം, ഇന്ന് വലിയ പ്രകൃതി ദുരന്തങ്ങൾ ദേശം മുഴുവനും ലോകം മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് വലിയ വെള്ളപ്പൊക്കമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഉണക്കമൂലം കർത്താവെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ വരൾച്ചയും വെള്ളപ്പൊക്കവും മൂലം ജനം മുഴുവൻ ചത്തൊടുങ്ങുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കരഞ്ഞുകൊണ്ട് പരക്കം പായുകയാണ്. മക്കളെ, ഒന്ന് 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വലിയ രക്ഷയും അനുഗ്രഹവും എല്ലാവരിലും എത്തിച്ചേർത്ത് കരയുന്ന മക്കളുടെ കരച്ചിൽ കേൾക്കുന്ന കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കണമേ. ഈ പ്രകൃതി ജീവിക്കുന്ന ജീവജാലങ്ങളെ, ഓരോ മനുഷ്യരെയും അങ്ങയുടെ കരങ്ങളിൽ കാത്തുകൊള്ളണമേ. 2 കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് ഉറക്കെ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ. കരയുന്ന മക്കളെ കേൾക്കണേ കർത്താവേ, കാരുണ്യമോടെന്നും കാത്തിടണേ. വിളിച്ചപേക്ഷിക്കാം. കരയുന്ന മക്കളെ കേൾക്കണേ കർത്താവേ, കാരുണ്യമോടെന്നും കാത്തിടണേ. ഒരിക്കൽ കൂടി ഉറക്കെ ആലപിക്കുക. കരയുന്ന മക്കളെ കേൾക്കണേ കർത്താവേ, കാരുണ്യമോടെന്നും കാത്തിടണേ. കരങ്ങൾ കൂപ്പുന്നു. കർത്താവെ, മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ മൂലം എത്രയോ മനുഷ്യരാണ്, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരിക്കാനും ചത്തൊടുങ്ങാനും ഇടയാകുന്നത്. അനേക കോടി ആളുകൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് മാറാ രോഗങ്ങൾക്കും മാരക രോഗങ്ങൾക്കും അടിമകളായിത്തീർന്നു. അവർക്കൊക്കെ ജനിക്കുന്ന മക്കൾ തലമുറയായി രോഗത്തിന് പിടിയിലമരുന്നു. കണ്ണ് കാണാതെ, ചെവി കേൾക്കാതെ, ശരീരത്തിന് അംഗഭംഗം വന്നുകൊണ്ട് ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനായിട്ട് വിധിക്കപ്പെടുന്ന മാതാപിതാക്കൾ. എൻ്റെ പൊന്നു തമ്പുരാനെ, മനുഷ്യനിർമ്മിതമായ ഇത്തരം ദുരന്തങ്ങൾ മൂലം ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിന് ആളുകളാണല്ലോ ദുരിത കയത്തിൽ കഴിയുന്നത്. അവരൊക്കെ കരഞ്ഞ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും ഈ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കാനുമായിട്ടാണല്ലോ അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചത്. അതിന് പകരം ഞങ്ങളുടെ ആർത്തിയും അത്യാർത്തിയും മൂലം പലപ്പോഴും ഇതിനെ ചൂഷണം ചെയ്യുന്നു. മക്കളെ, നമുക്ക് 2 കരങ്ങളും ഉയർത്താം. മഹാദുരന്തങ്ങളിൽപ്പെട്ട്, മനുഷ്യനിർമ്മിതമായ മഹാദുരന്തങ്ങളിൽപ്പെട്ട് വലിയ വേദന അനുഭവിച്ച് തകർന്ന ജീവിതം നയിക്കുന്ന, കണ്ണുനീരിൽ കുതിർന്ന ജീവിതം നയിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ നമുക്ക്. നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ നിലവിളി കർത്താവിൻ്റെ കാതുകളിൽ എത്തിച്ചേരും. നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കും. കരമുയർത്തി വിളിക്കുക, ഒരുമിച്ച് വിളിക്കട്ടെ. യേശുവേ. കരയുന്ന മക്കളെ കേൾക്കണേ കർത്താവേ, കാരുണ്യമോടെന്നും കാത്തിടണേ. ഒരുമിച്ച് ഉറക്കെ ആലപിക്കുക. കരയുന്ന മക്കളെ കേൾക്കണേ കർത്താവേ, കാരുണ്യമോടെന്നും കാത്തിടണേ. എല്ലാവരും ചേർന്ന് കരയുന്ന മക്കളെ കേൾക്കണേ കർത്താവേ, കാരുണ്യമോടെന്നും കാത്തിടണേ. കരങ്ങൾ കൂപ്പാം. എൻ്റെ കർത്താവേ,
ഞങ്ങളുടെ ഈ ഇന്ത്യയിൽ 50% കൂടുതൽ ആളുകൾക്ക് ശുദ്ധജലം കുടിക്കാനില്ല. അവരൊക്കെ മലിനജലമാണ് കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെന്നില്ലാത്ത രോഗത്തിൻ്റെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് അവരൊക്കെ മരണമടയാൻ, അകാലത്തിൽ ചരമമടയാൻ ഇടയാകുന്നു. ലോകത്തിൽ എത്രയോ കോടിക്കണക്കിന് ആളുകളാണ് ശുദ്ധജലമില്ലാതെ വിഷമിക്കുന്നത്. എൻ്റെ പൊന്നുതമ്പുരാനെ, അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ട് കഴിയുന്ന കോടിക്കണക്കിന് ആളുകളാണ് കർത്താവേ ഈ ലോകത്തിലുള്ളത്. ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ല. ഭക്ഷണം കഴിക്കാതെ വിശപ്പ് അനുഭവിക്കുന്ന കണ്ട ജനത്തെ നോക്കിയിട്ടല്ലേ കർത്താവേ അങ്ങ് പറഞ്ഞത്, എനിക്ക് ഈ ജനത്തെ കണ്ടിട്ട് അനുകമ്പ തോന്നുന്നുവെന്ന്. ഇന്ന് പൊന്നുതമ്പുരാനെ, ഇങ്ങനെയുള്ള മക്കളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കണമേ, അവരുടെ മുഖത്തേക്ക് നോക്കണമേ, അവരുടെ കുടുംബത്തിലേക്കൊന്ന് ചെല്ലണമേ. മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ, ഭക്ഷണമില്ലാഞ്ഞിട്ട് വിശന്ന് പൊരിഞ്ഞ് കരയുന്ന മക്കൾ, ഇവരുടെയൊക്കെ ദയനീയ അവസ്ഥയിലേക്ക്, ദൈന്യതയിലേക്ക് കർത്താവെ ഈ നിമിഷം അങ്ങൊന്ന് വരണമേ. ദൈവത്തിൻ്റെ ശക്തി പ്രകടമായി തീരട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം നൽകണമേ കർത്താവെ. ഇരു കരങ്ങളും ഞങ്ങൾ ഉയർത്തുന്നു. ഭക്ഷണമില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, എല്ലാവരും ചേർന്ന് കരയുന്ന മക്കളെ കേൾക്കണേ കർത്താവേ, കാരുണ്യമോടെന്നും കാത്തിടണേ. മുട്ടുകൾ കുത്തിക്കൊണ്ട് കരയുന്ന മക്കളെ കേൾക്കണേ കർത്താവേ, കാരുണ്യമോടെന്നും കാത്തിടണേ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കാരുണ്യത്തോടെ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുന്ന ഈശോയുടെ അനുഗ്രഹ ആശീർവാദം നമുക്ക് ഏറ്റു സ്വീകരിക്കാം. എളിയ സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുക. ജീവിതത്തിലേക്ക് കടന്നു വരണം. ആത്മാവിന്റെ വലിയ കൃപ നൽകണം കർത്താവ്. ദൈവത്തിന്റെ ശക്തി നൽകണം കർത്താവേ. ദൈവത്തിന്റെ ശക്തി നൽകണമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും